ദൈവവചനത്തിലോട്ട് ശ്രദ്ധ കൊണ്ടുവരികയാണ്. നമ്മൾ പഠനാത്മകമായ നിലയിൽ 2 വാക്യങ്ങളാണ് എടുക്കുന്നത്. അതിന് 109 സങ്കീർത്തനത്തിന്റെ 14 വാക്യവും 17 വാക്യവുമായിരിക്കും നമ്മൾ വായിച്ച ആ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അയച്ചേ. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ, അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയുമരുത്. 17 ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവന് പ്രിയമായിരുന്നു, അതവനെ വിട്ടകന്നു പോയി. ഈ 2 കാര്യങ്ങൾ 2 വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട ഘടകവും പ്രധാനപ്പെട്ട ഭാഗവും എന്ന് പറയുമ്പോൾ പഴയ നിയമകാല അളവിൽ അന്ന് സ്ഥിതി ചെയ്തിരുന്ന ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവിടെ ദാവീദ് എടുത്തു പ്രസ്താവിക്കുന്നത്. ദാവീദ് എടുത്തു പറയുന്നത് അപ്പന്മാരുടെയോ അമ്മമാരോ ചെയ്യുന്ന പാപത്തിന്റെ അനന്തര ഫലമായിരിക്കുന്ന പ്രവൃത്തികൾ ആരിലേക്ക് വ്യാപരിക്കും? മക്കളിലേക്ക് വ്യാപരിക്കും. അങ്ങനെ വ്യാപരിക്കുമോ? വ്യാപരിക്കും. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എവിടെയെല്ലാമാണ് അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? നമുക്കൊന്ന് എടുത്തു നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണമേ. പുറപ്പാട് പുസ്തകം 20-ന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അടിമവീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്? അവർ എത്ര വർഷമാണ് മിസ്രൈമിൽ കിടന്നത്? 430 വർഷം. ഈ 430 വർഷം ഇവർക്ക് ആരെ അറിയാവുള്ളൂ? അവിടുത്തെ ദേവന്മാരെ അറിയാവുള്ളൂ. ഇവർക്ക് യഹോവയെ അറിയാമോ? അറിഞ്ഞുകൂടാ. മോശ പറഞ്ഞപ്പോഴും ഇവർക്ക് ഈ ദൈവത്തെ കുറിച്ച് വലിയ അറിവോ ബന്ധമോ ഒന്നും ഇവർക്കില്ല. പരിചയസമ്പന്നരല്ല. അവർ ഈ 430 വർഷം കൊണ്ടോ ആ മിസ്രൈമിൽ കിടന്ന കാളക്കുട്ടി, അതിനാണ് ഇവർ കാളക്കുട്ടി ഉണ്ടാക്കിയത്. ആരുടെ കൈ കൊണ്ട് കൊടുത്തു? അഹരോന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോ പറഞ്ഞ അഹരോൻ നല്ലതായിട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. കാരണം അവരുടെ ദൈവമായി കണ്ടിരുന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ കാളക്കുട്ടി, തവള, നായീച്ച, പേന്, ഇതെല്ലാം ആരുടെ ദൈവമായിരുന്നു? പാമ്പ് തുടങ്ങിയതെല്ലാം ആരുടെ ദൈവമായിരുന്നു? മിസ്രൈമ്യരുടെ ദൈവമായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് വളരുന്ന ഒരാൾക്ക് ഇത് റിഫ്ലക്റ്റ് ആവും, ഉള്ളിൽ കിടക്കും. അപ്പൊ പഴയ നിയമകാലത്തിൽ ഇവരിങ്ങനെയായിരുന്നു. പറഞ്ഞു ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ മാനസിക തലത്തിന് പലതും സംഗ്രഹിച്ച് വെക്കാനുള്ള ഒരു പ്രതലമുണ്ട്. മാനസിക തലത്തിന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പലതും അതിനെ എന്താ പറയേണ്ടത്, ഉപബോധ മനസ്സെന്ന് വിളിക്കാം. അതിനകത്ത് പല കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങൾ സംഗ്രഹിക്കപ്പെടുന്നുണ്ട്. അതിന് ഒന്നുകൂടെ ഉദാഹരണം പറഞ്ഞാൽ, യാക്കോബ് ലാബാന്റെ വീട്ടിൽ 14 വർഷം താൻ 2 പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ഭാര്യമാരെടുക്കാൻ വേണ്ടിയിട്ട് അവരെ അധ്വാനിച്ചു. അത് കഴിഞ്ഞപ്പോ യാക്കോബ് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇതുവരെയും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കരുതിയിട്ടില്ല. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. അപ്പൊ ലാബാന്റെ ആടുകളെല്ലാം ഒറ്റ കളറാണ്. അപ്പൊ ഡബിൾ ഷെയ്ഡ് ഉള്ളത് വള്ളി, പുള്ളി, ഈ നെടുകയും കുറുകയും വാരയൊക്കെ വന്ന അങ്ങനെ കിട്ടുന്നെല്ലാം നിനക്കെടുത്തോളാം. അപ്പൊ ലാബാൻ അറിയോ, ഒറ്റ കളറിൽ ജനിക്കുന്ന എല്ലാം ഒറ്റ കളറേ ചെയ്യുള്ളൂ, വരികയുള്ളൂ. എന്നാൽ ഈ ആഴമായ ഒരു സൈക്കോളജിക്കലി അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എങ്ങനെ യാക്കോബിന്റെ തലയിൽ കയറി എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ അവർക്ക് ആ കാര്യങ്ങൾ അറിയാം. പക്ഷെ യാക്കോബ് എന്തോ ചെയ്യുന്ന അറിയുമോ? ഇതിനെ എവിടെ വെച്ച് ചെനയേൽക്കാൻ വേണ്ടി കൊണ്ടുപോയി? എവിടെ വെച്ച്? വെള്ളത്തിനരികെ വെച്ച്. അപ്പൊ വെള്ളത്തിൽ അത് ചെനയേൽക്കുമ്പോൾ സ്വന്തം പ്രതിരൂപത്തെ അതിന് കാണാൻ പറ്റും. അത് കണ്ടുകൊണ്ടാണ് ചെനയേൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കണ്ണിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ആടുകളുടെ ശരീരത്തിൽ വെച്ച് കൊമ്പുകളെയും മരച്ചില്ലകളെയൊക്കെ കെട്ടാൻ തുടങ്ങി. അപ്പൊ പൂർണ്ണമായിട്ട് ആ ശരീരത്തിൽ വെള്ള കാണുന്നുണ്ടോ? വെള്ളയാടിന് വെള്ള കാണുമോ? അതിന്റെ ഇടയിൽ എന്തോ വന്നു? ഇല വന്നു. കൊമ്പുകളെ വെച്ച് കെട്ടി, പുള്ളി വന്നു, പിന്നെ വര വന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ചെനയേൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് ചെനയേൽക്കുന്ന ഈ ആടുകൾ ജനിക്കുമ്പോൾ, കുഞ്ഞാടുകൾ ജനിക്കുമ്പോൾ പുള്ളിയും
പിന്നെ വരയും ഇതും എല്ലാം കൂടെ ഉള്ളത് ആടുകളിൽ വന്നു. ഇതെങ്ങനെ വന്നത്? അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ഉപഭോഗ മനസ്സിലേക്ക് വന്നിട്ട് അതുകൂട്ട് റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക അധികാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക നിലവാരം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ, കുഞ്ഞുങ്ങളുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കണ്ടിട്ടുണ്ടോ മനോഹരമായ കുട്ടികളുടെ ഫോട്ടോ വെച്ച്? അത് അവരുടെ ഉള്ളിൽ ഉണ്ടോ? ഉള്ളിൽ സ്വീകരിക്കുന്നതാണത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, മിസ്രൈമിൽ കിടക്കുന്ന ഈ വിഗ്രഹങ്ങളെ സേവിച്ചിരിക്കുന്ന ഇവരുടെ ഉള്ളിൽ മുഴുവൻ എന്താണുള്ളത്? മുഴുവനും മിസ്രൈമ ദൈവങ്ങളാണ്. അപ്പൊ ഇതിനെ ഇവർ ആരാധിച്ചു. അപ്പൊ ദൈവം കൽപ്പന കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ ഞാൻ വിടൂല. കാരണം ഇവര് വീണ്ടും വഴി മക്കളെ, ഇവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ അവർക്ക് കൽപ്പന കൊടുത്തു. വായിക്കാം നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വായിക്കാം. ശാപം ഉണ്ടോ? ഉണ്ട്. വായിക്കാം. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവരെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെയും. കണ്ടോ? പിതാക്കന്മാരുടെ അകൃത്യം എത്ര തലമുറ സന്ദർശിക്കും? എന്തുകൊണ്ട്? വിഗ്രഹങ്ങളെ അവർ സേവിക്കുന്നത് കൊണ്ട്. അപ്പോ ജഡപ്രകാരം ജനിക്കുന്ന തലമുറകളിൽ 3-4 തലമുറ, 3-4 തലമുറയാകുമ്പോ 3-4 തലമുറകൾ വയ്ക്കാം. 4 തലമുറ എത്ര വർഷമായി? 400 വർഷം. ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 480 സംവത്സരം വരും. ഒരു തലമുറ കുറഞ്ഞ 120 വർഷമാണ്. അപ്പൊ ഇത് 480 സംവത്സരം വരയ്ക്കും. അപ്പൊ ജഡപ്രകാരം തെറ്റ് ചെയ്ത് ജഡപ്രകാരം ജനിക്കുന്ന ഒരു മനുഷ്യനിൽ ഈ പാപമുണ്ട്. മാറ്റമില്ല. ഇന്നുണ്ടോ? ഇന്നുണ്ട്. എത്ര സംവത്സരം വരെ? 4 തലമുറ, 400 വർഷം. കണ്ടോ? അവർ അടിമത്തത്തിൽ അകപ്പെട്ടു പോകാൻ. ഇവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. എടുക്കട്ടെ, ആവർത്തന പുസ്തകം ഈ വിഷയങ്ങളെ ആവർത്തിക്കുന്ന പുസ്തകമാണ്. 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 8-9 വാക്യം. അതിനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. കണ്ടോ? അവിടെ മക്കളിൽ എത്ര തലമുറ കാണിക്കും? സന്ദർശിക്കും. 3-ാമത്തെയും. മനസ്സിലായി നിങ്ങൾക്ക്? അവർക്ക് നമ്മൾ ഈ സാധാരണ പറയുന്നോട്ട് എഴുന്നേൽപ്പുണ്ടാവില്ല. അവരെല്ലാം ഇങ്ങനെ നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കും. കാരണം ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാത്തതിന്റെ അനന്തരഫലമാണ് അവര് സംഭവിക്കുന്നത്. കാരണം ഇത് സൃഷ്ടിക്ക് തന്നെ വെളിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വിവരമാണ് ചെയ്തിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1:19. കണ്ടോ? ദൈവത്തെ കുറിച്ച് അറിവായിരിക്കുന്നത് ഈ ലോകത്തിലെ സകല മനുഷ്യരും എന്തായിരിക്കുന്നു? വെളിവായിരിക്കും. എങ്ങനെയാണ് വെളിവായിരിക്കുന്നത്? ഇതെല്ലാം എന്താണെന്ന് ബുദ്ധിക്ക് തെളിയത്തക്ക നിലകളിൽ ആലോചിക്കുന്ന എല്ലാ മനുഷ്യനും അറിയാം. ഞാൻ ആരാധിക്കുന്ന ഇത് ഒരിക്കലും ദൈവമായി തീരാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. അതിന്റെ വശങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് അതിനെ അറിയാവുന്നതുകൊണ്ട് വശങ്ങൾ പറയുന്നില്ല. അപ്പൊ ഇത് ബുദ്ധിക്ക് വെളിവായിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അടുത്ത വാക്യം, ദൈവം അവർക്ക് വെളിവാക്കി കൊടുത്തിരിക്കുകയാണ്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. എങ്ങനെയുള്ള ലക്ഷണങ്ങളാണ്? അദൃശ്യ ലക്ഷണങ്ങൾ, ദൃശ്യമല്ലാത്ത ലക്ഷണങ്ങൾ. അത് ലോക സൃഷ്ടി മുതൽ എവിടെ വെളിവാക്കിയിരിക്കുന്നു? ബുദ്ധിയിൽ വെളിവാക്കിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ ലോക സൃഷ്ടി മുതൽ എന്തായിട്ട് അറിയാം മനുഷ്യന്? ബുദ്ധിക്ക് വെളിവായിരിക്കുകയാണ്. ഇത് ദൈവമല്ല എന്നുള്ള ബോധധാരണകൾ അവനുണ്ട്. ഇത് ഉണ്ടായിരുന്നിട്ടും
സൃഷ്ടിച്ചതിനല്ലാതെ സൃഷ്ടിയെ ഭജിച്ചെന്ന് വിധം. എന്നോട് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. സൃഷ്ടിച്ചതിനെ അല്ല, സൃഷ്ടിയെ ഭജിക്കുന്നത് കൊണ്ടാണ് അറിഞ്ഞിട്ട്. എന്തിനെ അറിഞ്ഞിട്ട്? ഇത് വിഗ്രഹമാണ്, ഇതിനെ സേവിക്കാൻ പാടില്ല എന്നുള്ള നിലവാരം അറിഞ്ഞിട്ട്. നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്ത് ചെയ്തിട്ട്? അറിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ട് അറിയാതെ രണ്ട് ഭാഗങ്ങളുണ്ട്. അറിഞ്ഞിട്ട് ദൈവത്തെ ദൈവമെന്ന് ഓർത്തു അകറ്റീകരിക്കോ നന്ദി കാണിക്കോ ചെയ്യാത്തത് കൊണ്ട് ആ തലമുറകളെല്ലാം ശാപത്തിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു തലമുറകളിൽ നിന്ന് ആരെയും എടുക്കാൻ പറ്റാതെ, പഴയ നിയമം നിങ്ങൾ പഠിച്ചു നോക്കിയേ. ഇസ്രായേലിനിടയിൽ ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടം. നമ്മൾ ആ ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായി മനസ്സിലാകും. എന്നാൽ നിങ്ങൾ പഴയ നോക്കല്, അപ്പനാൽ ഒരു സന്തതി ജനിക്കുന്നു. ആരൊക്കെയാണ് അപ്പനാൽ ജനിച്ച രണ്ട് മക്കൾ? മോവാബ്, അമോന്യൻ. ഈ മോവാബിയെ ശപിച്ചു കളഞ്ഞു, അമോന്യരെ ശപിച്ചു കളഞ്ഞു ദൈവം. അപ്പനാൽ ജനിച്ച സന്തതിയാണ്. ഈ രണ്ടിനെ ദൈവം ശപിച്ചു കളഞ്ഞു. ഇവർ ലോകത്തിൽ ശാപവിഷയമായി തീർന്നു. മാത്രമോ ഈ മോവാബിന്റെ തലമുറ ഒരിക്കലും ശുശ്രൂഷ സ്ഥലത്ത് വരാൻ പാടുള്ളതല്ല. മോവാബിന്റെ തലമുറ ശപിക്കപ്പെട്ടതാണ്. പക്ഷെ ശപിക്കപ്പെട്ട് ഇവരെയും വാഗ്ദത്തങ്ങളോട് ഒന്നിപ്പിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ദൈവം അന്നേ പദ്ധതി ഒരുക്കി. നിങ്ങൾ എപ്പോഴും അറിയണം, പഴയ നിയമത്തിൽ എന്തുണ്ട്? പുതിയ നിയമം ഉണ്ടായിരുന്നു. പഴയ നിയമം എപ്പോഴും നിഴലായിരുന്നു. അന്ന് മുതലേ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനാണ് ഏലിമെലക്കിനെയും കുടുംബത്തെ എവിടെ അയക്കുന്നത്? മോവാബിലേക്ക് വിടുന്നത്. ഇവിടെ ശാപമായത് കൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവരവിടെ പോകാൻ കാരണം ദൈവിക നിയോഗത്തിലാണ് അവരവിടെ പോകുന്നത്. രണ്ട് മക്കളുണ്ട്. ആരൊക്കെയാണ്? മഹ്ലോനും കില്യോനും. രണ്ട് മക്കൾ. രണ്ടുപേരെ അവിടെ ചെന്ന് വിവാഹം കഴിച്ചു. അപ്പൊ രൂത്തും ഓർപ്പയും രണ്ട് മരുമക്കൾ. അപ്പൊ രണ്ടുപേരും ആരാണ്? മോവാബിയ സ്ത്രീകളാണ്. അപ്പോ പഴയ നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. അന്യമതസ്ഥരായ സ്ത്രീകളെ ഇസ്രായേൽ വിവാഹം കഴിക്കാൻ പാടില്ല. ഞാൻ അവിടെ ആ ഭാഗം കുറച്ച് നിന്നേ പറ്റത്തുള്ളൂ. ഇന്നും ഏറെ ഖേദകരമായിരിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, പക്ഷെ ഇതുവരെ ജാതിക വ്യവസ്ഥ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. മക്കളുടെ വിവാഹ കാര്യം വരുമ്പോ കൃത്യമായിട്ട് നമ്മൾ രണ്ട് കാര്യം ചോദിക്കും. ദേവദാസൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ട് കാര്യം ചോദിക്കും. അവിടെ സരസ്വതി ഉണ്ടോ എന്ന് ചോദിക്കും. വിദ്യാഭ്യാസം ഉണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. അമ്മമാരെ കൊണ്ട് ഇരിക്കുക, പയ്യന്മാരൊക്കെ കെട്ടിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടി കൂടെ സന്ദേശം പറഞ്ഞു. സരസ്വതി ക്ലിയർ ആണോ? വിദ്യാഭ്യാസം ഉണ്ടോ? ഇനി അടുത്ത് ചോദിക്കും, ധനലക്ഷ്മി എന്ന് പറഞ്ഞാൽ പെണ്ണിന് വീടുണ്ടോ? കേട്ടാൻ പോകുമ്പോ വീടും വസ്തുവും വല്ലതും ചോദിച്ചോണ്ട് പോണോ? വീടുണ്ടോ? കാറുണ്ടോ? പിന്നെ എന്ത് കിട്ടും? എന്ത് ചിലരുണ്ട് മക്കളെ കെട്ടിച്ചു കൊടുത്ത് കടം തീർക്കാതിരിക്കുന്നവരുണ്ട്. വാക്ക് പറഞ്ഞു വെച്ചിരിക്കുക. കണ്ടോ? മൂന്നാമത് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ ആളാണോ? എന്നിട്ട് പറയും ദൈവഹിതത്തിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. നിങ്ങൾ പറ, എന്ത് ദൈവഹിതത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇതെല്ലാം നിങ്ങൾ നോക്കി ഒത്തു വന്ന് അങ്ങ് കല്യാണം കഴിപ്പിച്ചാൽ പോരെ? കെട്ടിക്കാൻ ഒരു പാസ്റ്റർ മാത്രം വിളിച്ചാൽ. ഇന്ന് അതുകൊണ്ട് എന്തോ പറ്റുന്ന അറിയുമോ? ഏറെ ഖേദകരമാണ്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുന്നതല്ല വിവാഹം, രണ്ട് പേർ തമ്മിൽ യോജിക്കുന്നതാണ് വിവാഹം. കുടുംബങ്ങൾ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങളല്ല അവിടെ യോജിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിച്ച് അവരൊരു കുടുംബമായി തീരുകയാണ്. അതാണ് കുടുംബം. അപ്പനും അമ്മയെ പല വീട്ടിലെ പ്രശ്നം എന്താണെന്നറിയുമോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി ആര് പറയുന്നത് കേൾക്കണം? അപ്പം പറയുന്നത് കേൾക്കണം, അമ്മ പറയുന്നത് കേൾക്കണം. എവിടത്തെ ന്യായം? ആ പെൺകുട്ടി അനുസരിക്കേണ്ടത് ഭർത്താവിനെയാണ്. പിന്നെ ആ പെൺകുട്ടി കാണേണ്ടത് അവൾക്ക് രണ്ട് പിതാവുണ്ട്. ആരാണ്? ഒന്ന് ജന്മം കൊടുത്ത പിതാവ്, ഭർത്താവിന്റെ അപ്പൻ തന്നെയാണ്.
അമ്മയെ അമ്മ തന്നെയാണ്. അവർക്ക് കടമയായി ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കണം. പക്ഷെ അവർ പറയുന്നത് കേട്ട് ഈ പെൺകുട്ടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പിന്നെ നമ്മൾ ഇടപെടരുത്. ആ കുടുംബത്തിൽ മോൻ എന്തുവാ, മോൻ ആ പരുവ ആയില്ലെങ്കിൽ പിന്നെ എന്തിനാ മോനെ കെട്ടിച്ചു കൊടുക്കുന്നേ? അമ്മയ്ക്ക് അറിയാമല്ലോ എന്റെ മോൻ എന്തായിട്ടില്ല, ഒരു കുടുംബജീവിതം നയിക്കാൻ പരുവായിട്ടില്ല. പരുവാവാത്ത പിള്ളേരൊന്നും കെട്ടിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ, ആ പെണ്ണിനെ പരിപാലിക്കാനോ പരിപോഷിപ്പിക്കാനോ ആ കുടുംബത്തെ നയിക്കാൻ ആ കുഞ്ഞിന് പ്രാപ്തിയായിട്ടില്ലെന്ന് നിങ്ങൾക്ക് ബോധം വന്നാൽ മൂക്കി പഞ്ഞി വരെ, അല്ല മൂക്കിൽ പല്ല് കിളുക്കുന്നത് വരെ വളരട്ടെ. മീശ വരുമ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടതല്ല. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പോലെ 22 വയസ്സല്ല കല്യാണ പ്രായം. ഒരു കുടുംബത്തെ നയിക്കാനുള്ള പക്വത അവനുണ്ടായിരിക്കണം. ചില പിള്ളേരുണ്ട് മീശയൊക്കെ കുഴപ്പമില്ല, അങ്ങനെ ഇവന് പെട്രോൾ അടിക്കണമെങ്കിൽ അമ്മയെ അപ്പന പൈസ കൊടുക്കും. ഇവന് തുണി അലക്കാൻ അറിയത്തില്ല, ഇവന് കാര്യം ചെയ്യാൻ അറിയത്തില്ല. കണ്ടോ? അപ്പോ അതിനുള്ള പക്വത നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? ഞാൻ ഗൗരവമായിട്ട് കാണണം നിങ്ങൾ ഈ കാര്യങ്ങൾ. അപ്പൊ ഈ പക്വത വരാത്ത ഒരാളെ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കരുത്. കുടുംബങ്ങൾ ബാധിക്കപ്പെടും. ആ കുടുംബത്തിനകത്ത് ഇടപെടരുത്. നിങ്ങൾ പൈസ കൊടുത്തോ, അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത് കൊടുക്കാം. അവര് തല്ലിയും പിടിച്ചും ഒന്നിച്ചും കൂടി എങ്ങനെയെങ്കിലും പോയിക്കോളൂ. അവര് വീണ് എഴുന്നേറ്റ് പഠിച്ചോളൂ. അവര് പഠിച്ചേ പറ്റത്തുള്ളൂ. ഉപ്പില്ലാതെ കറി ഉണ്ടാക്കി, ഇനി അവിടെ കറി ഉണ്ടാക്കും, എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഇതുപോലെ അല്ല, എന്നാ പിന്നെ അമ്മയുടെ കൂടെ ഇരുന്നാ പോരായിരുന്നു. അമ്മ ഉണ്ടാക്കുന്നത് നിങ്ങൾ പോയി ആന്റിമാരെല്ലാം രൂക്ഷമായി എന്നെ നോക്കുക. മിക്കവാറും പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് പുറകിലോട്ട് വരുന്നതായിരിക്കില്ല. നാളെ ചോദിക്കേ, അമ്മമാരുടെ പരാതി, എന്റെ മോൻ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ എന്നെ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല. പിന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭർത്താവില്ലേ? അച്ചായനുണ്ട്, അല്ലെങ്കിൽ പൈസ എല്ലാം റെഡിയാക്കി വെച്ചോളൂ, നമുക്ക് ചർച്ചായിട്ട് ടൂറ് പോവാം. അത് പറഞ്ഞപ്പോ ഒരു ചിരിയൊക്കെ പതുക്കെ വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കറങ്ങാനല്ല അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ പറയുന്ന സാരി അല്ല പിന്നെ അവൾ ഉടുക്കേണ്ടത്. ചില വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ അമ്മയുടെ അപ്പയുടെ നിർബന്ധമാ, പെണ്ണ് ചുരിദാർ ഇടാൻ പാടില്ല, പെണ്ണ് സാരി ഉടുക്കണം. എത്രയോ വീടുകളിൽ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? കട്ടത അനുഭവിക്കുന്നു. അപ്പനും അമ്മയും ഉണ്ടാക്കിയിട്ടിരിക്കുന്ന നിലയിൽ ആയതുകൊണ്ടാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരോട് പറയുന്നത്, നിങ്ങൾ സ്വന്തം കാലിൽ അധ്വാനിച്ച് നിങ്ങൾക്ക് പോറ്റാനും പരിപോഷിക്കാനും കഴിയുന്ന പ്രായവും പക്വതയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാനൊന്നും പോരുത്. അമ്മയുടെ സാരി തുമ്പി പിടിച്ചോണ്ട് നടക്കാനല്ല കല്യാണം. കണ്ടോ? അത് അവരുടെ കുടുംബം. ഇത് പല കുടുംബങ്ങളിൽ പ്രശ്നം ഇതാ. പലരും പറയുന്നില്ല, കൊണ്ട് നടക്കുന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ചില വിവരമുള്ള അമ്മമാര് പറഞ്ഞയക്കും, മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് ഇനി നിന്റെ വീട്, ഇങ്ങോട്ട് വരരുത്. ഈ പെൺകുട്ടി എവിടെ പോകും? കഴിഞ്ഞ ദിവസം ദേവാസം പറഞ്ഞ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. 2 പെൺമക്കളെ കിട്ടുന്ന കുടുംബത്തിൽ അപ്പന്റെ അമ്മയുടെ ഗതി ആലോചിച്ച് നോക്കി. ഈ 2 പെൺമക്കളെ കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവസാനം അവരും ഒറ്റയ്ക്ക്. ആൺപിള്ളേർ അല്ല, ഈ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കണം എന്നുള്ളത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വീട്ടിൽ ചെന്ന് അടിയൊന്നും ഉണ്ടാക്കരുത് എന്ന് കേട്ട പ്രസംഗം കേട്ടുണ്ട്. ഇതെല്ലാം ചിലർ കേട്ടിങ്ങനെ തലയാക്കി വെച്ചിരിക്കണം. വരട്ട്, ഇത് പോയിന്റ് ആക്കി എടുക്കരുത്. ബൈബിള് പ്രസംഗിച്ച പോയിന്റ് ആക്കി എടുക്കൂല. പക്ഷെ ഇതെല്ലാം പോയിന്റ് ആക്കി ചിലർ തല കുലുക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. ശ്രദ്ധിച്ചേ, ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണമെന്ന് എവിടത്തെ നിയമമാണ്? ഒരു പയ്യൻ അവന്റെ കൂടെ, അവന്റെ ഭർത്താവിന്, അവന്റെ അപ്പന്റെ അമ്മയുടെയും കൂടെ താമസിക്കണം എന്ന് അവൻ ചിന്തിക്കുന്ന തെറ്റില്ല. ആ പെൺകുട്ടിക്ക് അതേപോലെ ആഗ്രഹമില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. 2 പേരുടെയും കൂടെ
നിൽക്കത്തക്ക നിലകളിലുള്ള ഒരു മനോവിശാലത അവിടെ ഉണ്ടാകണം. സ്തോത്രം. ഇത് കേട്ടപ്പോ ആമ്പിള്ളേരുടെ അമ്മമാര് നിന്ന് ചൊറിയാൻ തുടങ്ങി, തല ചൊറിയാൻ തുടങ്ങി. പാസ്റ്റർ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവമേ, കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് ഒരാൾ എന്നെ ആരാണ്ട് നമ്പർ കൊടുത്ത് വിളിച്ചു. പറഞ്ഞു, പാസ്റ്ററെ, ചർച്ചിലെ പാസ്റ്ററാണ്, ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവാസം നിങ്ങളെ കുറിച്ച് പറഞ്ഞു. പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? ഞാൻ ബ്രോക്കർ പണിയില്ല, എനിക്ക് ബ്രോക്കർ പണിയില്ല. അല്ല, സഭയിലെ പാസ്റ്റർ ആയതുകൊണ്ട് പാസ്റ്റർ പലയിടത്തും പോകുന്നല്ലേ. ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ അറിവിൽ ഞാൻ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, ഈ തെക്കോട്ടൊരു സിസ്റ്റം ഉണ്ട്. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവളുമാര് പതുക്കെ ഇവന്മാരെ വശീകരിച്ച് തിരിച്ച് പയ്യന്മാരുടെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കളയുന്നു. അതുകൊണ്ട് അതുണ്ടാകരുത്. എനിക്ക് നമ്പർ കൊടുത്ത അച്ചായനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എന്റെ പൊന്നച്ചായ, എന്റെ നമ്പർ ദയവായി ഇങ്ങനെയുള്ളവരുടെ എന്ത് ചെയ്തത് കൊടുക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ ഭയങ്കര ഘോരം പ്രസംഗിക്കും, വിശുദ്ധി പറയും, നമ്മൾ ഒന്നാണെന്ന് പറയും. കല്യാണക്കാര്യം വരുമ്പോ മാത്രം നമ്മുടെ ആളാണോ? പിന്നെ നിങ്ങൾ എന്തിനാ നാടും വീടും കയറി ഇറങ്ങി ഈ പാവപ്പെട്ടവരെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്? ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ എന്ത് ചത്തിട്ടില്ല? ഇന്നും ജാതി ചത്തിട്ടില്ല, ജാതി വ്യവസ്ഥ ചത്തിട്ടില്ല, ജാതിക വ്യാപാരം ചത്തിട്ടില്ല. സ്തോത്രം. ദേഷ്യം വരുന്നുണ്ടോ? അടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? വഴക്ക് പറയാൻ തോന്നുന്നുണ്ടോ? സത്യമല്ലേ ഇത്? സത്യമല്ലേ ഇത്? സ്തോത്രം. അവർ ജീവിക്കാൻ പോകുന്നത് ഒരു വേറൊരു കുടുംബത്തിന്റെ കൂടെയല്ല. സ്തോത്രം. പയ്യന്റെ കൂടെയാ ജീവിക്കാൻ. അവരാണ് ഒരു കുടുംബമായി തീരേണ്ടത്. ഉണ്ടോ? എലിമലേക്കും കുടുംബവും അവിടെ ചെന്ന് പാർത്തു. മോവാബിൽ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു, ഓർപ്പയും രൂത്തും. കണ്ടോ? മഹ്ലോനും കില്യോനും മരിക്കുന്നു, എലിമലേക്ക് മരിക്കുന്നു. ഓർപ്പ അവളുടെ വരുന്ന കാലത്ത് ഓർത്ത് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് അവള് സ്ഥലം വിട്ടു. രൂത്ത് മാത്രം പറ്റിച്ചേർന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവം, നിന്റെ ജനം, നീ പോകുന്നിടത്ത്, നീ മരിക്കുന്നിടത്ത് ഞാൻ കൂടെ വരുന്നു. ഇവള് കയറിയ ഒരു ഒറ്റപ്പിടി. ഇവള് നേരെ ഇങ്ങ് നാട്ടി വന്നു. ആ നാട്ടി വന്ന് അവളെ ഒരുത്തൻ വീണ്ടെടുത്തു, വില കൊടുത്തു വീണ്ടെടുത്തു. അല്ല, വീണ്ടെടുപ്പുകാരൻ അവളെ വീണ്ടെടുത്തു. അവൾക്ക് വീണ്ടെടുപ്പ് വില കൊടുത്തു. അവൾ കുടുംബത്തിന്, ആ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു. ആരാ? ഓബേദ് ജനിച്ചു. ഓബേദ് ആരാണ്? ഇശായിയുടെ അപ്പൻ. ഇശായി ആരാണ്? ദാവീദിന്റെ അപ്പൻ. ഈ സന്തതിയിൽ നിന്നാണ്, ഈ സന്തതി പരമ്പരയിൽ നിന്നാണ് ആര് ജാതനാകുന്നത്? കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത്. കണ്ടോ? ഏത് വിശദീകരിക്കപ്പെട്ടു? ആ മോവാബി സമൂഹം മുഴുവൻ വിശദീകരിക്കപ്പെട്ടു. മോവാബിയ സമൂഹം ദൈവസ്ഥാനത്തിൽ വരാൻ പാടില്ല എന്ന ആ തിരുവെഴുത്തുകളെ മാറ്റിക്കൊണ്ട് നിത്യ പൗരോഹിത്യം ആരുടെ മേലായി? നമ്മുടെ യേശുവിന്റെ മേലായി. അപ്പൊ ഇതൊരു ശാപമാണ്, ഇതിന് മാറ്റമില്ല. ഒരു ശപിക്കപ്പെട്ടവരായി. ഇനി അതിന്റെ ഒരു ഭാഗം കൂടെ എടുത്ത് പറഞ്ഞ് ഞാൻ താഴോട്ട് വരാം. സ്തോത്രം. കൊരിന്ത്യ ലേഖനം, നമ്മള് ഇരമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ആ വാക്യങ്ങളിലേക്ക് വരാം. എന്നാൽ വരും കാലത്ത് ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിയെ കുറിച്ച് ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. വരും കാലത്ത് ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇസ്രായേലിനോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്യങ്ങൾ ശരിയാണ്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തി വാക്യങ്ങൾ ശാപം അവർക്ക് വലിക്കുക തന്നെ ചെയ്യും. 3-ാമത്തെയും 4-ാമത്തെയും തലമുറയാകുന്ന 400 വർഷം ആ കുടുംബങ്ങളിൽ ശാപത്തോടെ. 400 വർഷം ആ കുടുംബങ്ങൾക്ക് എഴുന്നേൽപ്പുണ്ടാകുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നിയമമുണ്ട്, അത് കൊണ്ടുവരണം. 31-ാമത്തെ അധ്യായം ഇരമ്യാവിന്റെ പുസ്തകം 29-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 31-29. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ച് എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു എന്ന് പറഞ്ഞ് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇനി അവരെന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാണ്?
മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ശാപം പിന്തുടരും. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കുകയില്ല. ആ 2 വാക്യങ്ങളിലോട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഏത് 2 വാക്യങ്ങൾ അറിയാമോ? നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം വായിച്ചു നിർത്തിയ ഭാഗവും ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം വായിച്ചു നിർത്തിയ 9-ാമത്തെ വാക്യത്തിന്റെ 10-ാമത്തെ വാക്യത്തിലൂടെ ഞാൻ വരും. അപ്പൊ ഇനി അങ്ങനെ ഭവിക്കുകയില്ല. അടുത്ത വാക്യം, ഓരോരുത്തൻ താന്റെ അകൃത്യ നിമിത്തം അത്രേ മരിക്കുന്നു. ഓരോരുത്തൻ എങ്ങനെ മരിക്കും? താൻ ചെയ്യുന്ന അകൃത്യ നിമിത്തമേ മരിക്കുകയുള്ളൂ. അടുത്ത വാക്യം, പച്ചമുന്തിരിങ്ങ തിന്നതിന്റെ പല്ല് പുളിക്കുകയുള്ളൂ. പച്ചമുന്തിരിങ്ങ ആര് തിന്നോ അവരുടെ പല്ലേ പുളിക്കത്തുള്ളൂ, അല്ലാത്തവരുടെ പല്ല് പുളിക്കുകയില്ല. പക്ഷെ നമ്മൾ എന്താ പഠിപ്പിക്കുന്നേ? ശാപം ഭരിക്കുമെന്നും ശാപം ഉണ്ടെന്ന് ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്ന പ്രക്രിയ. എന്നിട്ട് ഈ ശാപം അഴിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യും. അപ്പോ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ പലരും നുഴഞ്ഞിട്ട് പറയുന്നത്, അപ്പൻ ആരായിരുന്നു? അത് ഹിന്ദുവായിരുന്നു. കൊടുത്തു കൊണ്ടാടിയതാണോ? അതിന്റെ ഒരു പാരമ്പര്യം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ശരിയാണ്. വിഗ്രഹ സേവ ഒരാൾ ചെയ്താൽ 4 തലമുറയെ കൊണ്ടാകും. ആ ഉപദേശം പറഞ്ഞത് 100% ശരിയാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു അഴിവ് വേണം. പിന്നെന്താ തെറ്റിരിക്കുന്നത്? അതിനൊരു തെറ്റുമില്ല. അപ്പൊ ആ ശാപം പോകാതെ വന്നാൽ നമ്മളിൽ തീരുന്നില്ല. അത് പിന്നെ ഏറിലോട്ട് പോകുന്നു. ഇപ്പൊ നിങ്ങൾ എത്രാമത്തെ തലമുറയായി? 1-ാമത്തെ തലമുറ. ഇനി എത്ര തലമുറയിലുണ്ട്? വീട്ടിൽ പോന്ന ഇരിക്കുന്ന ഇനി 3 തലമുറയിലും പോകും. നിങ്ങളുടെ മോളെ ഒന്ന് നോക്കിയ, മോനെ നോക്കിയ, ശവിക്കപ്പെട്ട. നിങ്ങളുടെ മക്കളെ നോക്കണേ. കല്യാണം ഇപ്പൊ കഴിക്കുന്നില്ല. അപ്പൊ അടുത്ത തലമുറ 4 തലമുറ ഒരിക്കലും കണ്ടോ? അപ്പൊ ആ ശാപം അവരുടെ മേൽ വീഴും. ഇവിടെ കർത്താവ് പറഞ്ഞു, ആരാണോ പച്ചമുന്തിരിങ്ങ തിന്നുന്നത് അവന്റെ പല്ല് പിടിക്കും എന്ന് ഇസ്രായേൽ പറയുന്ന ഒരു കാലം വരും. ഞാനൊരു പുതിയ നിയമം അതിനു വേണ്ടി ചെയ്യും. നമുക്കിന്ന് പഠിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ജഡപ്രകാരം ഒരു മനുഷ്യൻ വിഗ്രഹങ്ങളെ സേവിച്ചിരിക്കുന്നവന്റെ തലമുറയിൽ ശാപം വരും. അതിന് മാറ്റമില്ല. അത് ആരില്ലെന്ന് പറഞ്ഞാലും മാറ്റം വരില്ല. ശാപം വരിക തന്നെ ചെയ്യും. 3-4 തലമുറയിൽ ശാപം ഉണ്ടാവും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് എഹെസ്കേലാണ്. 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. 18-ാമത്തെ അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അതിൽ വേറെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ഈ സമയത്തിന്റെ പരിധിക്കകത്ത് അത് തീരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് തീർന്നില്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ ക്ലാസ് ആയിട്ട് അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെറുതെ കൈയടിച്ചും ആരാധിച്ചും മാത്രം പോയാൽ കുറ്റബോധത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം മാറുകയാണ്. പല സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നിയിട്ടുണ്ട്. പലരുടെയും പ്രാർത്ഥന വേദന തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഇന്നും പറഞ്ഞ് നടക്കുന്നതും വിശ്വസിക്കുന്നതും അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നതും അവരുടെ തലമുറകളിലേക്ക് ശാപം വ്യാപരിച്ചിട്ട് ഇന്നും തലമുറകൾ ശാപത്തിൽ കിടക്കുകയാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, എന്തെങ്കിലും രോഗമോ പ്രയാസമോ വേദനയോ എന്തെങ്കിലും വരുന്ന സമയത്താണ് നമ്മൾ ഒരാളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. ആ പ്രാർത്ഥിക്കാൻ വരുന്ന ആള് പറയുകയാണ്, ഈ ഭാഗത്തു നിന്ന്, ഈ ഭാഗത്ത് ഒരു ക്ഷേത്രം ഉണ്ടോ? ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ക്ഷേത്രം ഇല്ലാതിരിക്കുമോ? ഹലോ, ഈ ഭാഗത്ത് ക്ഷേത്രമില്ല. അവിടെ നിന്നൊരു വ്യാപാരം ഇങ്ങനെ വരുന്നുണ്ട്. ശരി, ഈ ഭാഗത്ത് ക്ഷേത്രം ഉണ്ടോ? പിന്നെ ആ ഭാഗത്തുണ്ട്. നിങ്ങൾ 2 ഭാഗത്ത് നിന്ന് നോക്കിയോ, ആ ഭാഗത്ത് ക്ഷേത്രം ഉണ്ടോ? ആ ഭാഗത്തുണ്ട്. ഇനി പുറ ഭാഗത്ത് നോക്കി, അവിടെ ഉണ്ടോ? അവിടെയുണ്ട്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഉണ്ട് മാസ്റ്ററെ, ചെറിയൊരു തെക്കത മതി. കാരണം പുള്ളി വിജയിച്ചു, പറഞ്ഞ ദൂത് വിജയിച്ചു. അവിടെ നിന്ന് നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്നു. ശരിയാണ്, മുന്നേറ്റത്തെ തടയുന്ന ഒരു വ്യാപാരം അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുമോ? നമ്മൾ അതിൽ പഠിക്കും. അങ്ങനെ വരുമോ? വരില്ല. ആർക്ക് വരില്ല? പഠിപ്പിക്കാം. ഞാനത് പഠിപ്പിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് ആഴമായി തോന്നിയത് കൊണ്ടാണ് വിശദീകരണമായി ഇതിനെ പഠിക്കാൻ നമ്മൾ മുതിരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. എന്നെ ഇപ്പൊ പലരും വിളിക്കുന്നുണ്ട്. ഭയം നിരുന്ന പലരുടെയും ഭയം പോയി. അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, പാസ്റ്ററെ, അപ്പൊ ഇത് ചുമ്മാതായിരുന്നോ? ഞാൻ പറഞ്ഞാന്ന് പേടിച്ചാണോ?
അപ്പൊ അവരുടെ വാക്യങ്ങൾ എടുത്തു പറയുകയാണ്, ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും ചുഴലിക്കാറ്റ് പോലെയും വരുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ. അപ്പൊ ഭയത്താലാണോ പാസ്റ്റർ ഇത് പറഞ്ഞു? ഞാൻ പറഞ്ഞു യെസ് സുവർ, ഭയത്താലാണ് ഇത് പറഞ്ഞു. എങ്ങനെ? എഗസ്കേലാണ് 18:2. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, ആ മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ആ നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? എവിടെയാണ് ഈ പഴഞ്ചൊല്ല്? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇസ്രായേൽ ദേശത്ത് എവിടെ നിന്നാണ് ഈ പഴഞ്ചൊല്ല് തുടങ്ങിയത് എന്ന് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എവിടെ നിന്നായിരിക്കും? ഇതൊരു പഴഞ്ചൊല്ല് പറയുന്നു. അപ്പൊ നേരത്തെ ചൊല്ലുണ്ടായിരുന്നു, പിന്നീടാണ് നിയമമായത്. നേരത്തെ ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ല് എവിടെ നിന്നായിരിക്കാം വ്യാപരിച്ചത്? നോഹയ്ക്ക് എത്ര മക്കളാണ്? ഷാം, കണ്ടോ, 3 മക്കള്. അതിൽ ആരുടെ മകനാണ് ശപിക്കപ്പെട്ടത്? ഹാമിന്റെ മോൻ. ഹാം എന്താ തെറ്റ് ചെയ്തത്? അപ്പൻ ഒരു മുന്തിരിത്തോട്ടമൊക്കെ വെച്ചു, അപ്പൻ അതിൽ നിന്ന് മുന്തിരിക്കൊല പറിച്ചു, അപ്പൻ വീഞ്ഞ് ഉണ്ടാക്കി, അപ്പൻ വീഞ്ഞ് കുടിച്ചു, മത്തനായി കിടന്നു. ഹാം അത് ചെന്ന് കണ്ടു, കണ്ടിട്ട് അവൻ വന്ന് എല്ലാവരോടും ഇത് പ്രസിദ്ധമാക്കി. എന്നാൽ ഷേമും യാഫത്തും 2 മക്കൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു. അവർ മുഖം അപ്പന്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചിട്ട് പുതപ്പ് പിടിച്ച് തുണിയും പിടിച്ചു വന്ന് അപ്പന്റെ മേൽ കൊണ്ടിട്ട് അപ്പന്റെ നഗ്നെ മറച്ചു, പിടിച്ചു പുതപ്പിച്ച് അവിടെ കിടത്തി. അപ്പൻ ബോധം തെളിഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ തന്റെ മകൻ ഹാം ചെയ്തത് ഹാം ചെയ്തത് അറിഞ്ഞിട്ട് അപ്പൻ ശപിച്ചു തന്നെയാണ്. ഹാമിന്റെ മകൻ കനാൻ ശപിക്കപ്പെട്ടവരുന്നു. കണ്ടോ, അപ്പൻ ചെയ്തത് ആർക്ക് ശാപം വീണു? കാനാന് ശാപമായി വീണു. അപ്പൊ അപ്പൻ ചെയ്താൽ മകന് ശാപം ഭരിക്കുമെന്ന് ആ കാനാന്യ വംശങ്ങളാണ് സ്തോത്രം ശപിക്കപ്പെട്ട കാപ്പിരി എന്ന് അവരെയും പറയുന്നുണ്ട്, കൂശ്യനെയും പറയുന്നുണ്ട്. യഥാർത്ഥമായിട്ട് കൂശ്യർ എന്ന് അറിയപ്പെടുന്നത് ഈ ഹാമിന്റെ സത്യത്തിനാണ്. അതും ശപിക്കപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോ ഇതിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് ആ ഭാഗം എടുത്ത് പഠിക്കുന്ന സമയത്ത് ആ തലമുറയിൽ നിന്നാണ് കൂശ്യ ജനിച്ചിരിക്കുന്നത്. അങ്ങനെ കൂശ്യർ, കാപ്പിരികൾ വന്നത് ഈ കൂശ്യ വംശത്തിൽ നിന്നാണ്. അപ്പൊ തലമുറകളിലേക്ക് ഈ ശാപം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. തലമുറകളിലേക്ക് ഈ ശാപം ഒന്ന് എന്ത് ചെയ്തു? വീണു. അന്ന് മുതൽ ഇസ്രായേലിന്റെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലും ഉണ്ടായി, അപ്പൻ അമ്മയോ ചെയ്യുന്ന പാപത്തിന്റെ അനന്തരഫലം മക്കളിലേക്ക് പിന്തുടരും. വിഗ്രഹങ്ങളെ സേവിച്ചാൽ അതും തലമുറകളിലേക്ക് വരും. എത്ര തലമുറയാണ്? 4 തലമുറ വരെ പിന്തുടരും. എന്നിട്ട് വായിക്കാം നമുക്ക്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നവരെ ഈ ക്ലാസ്സിൽ അടുത്ത ദിവസങ്ങളിൽ വരണേ. ഇനി താഴോട്ടൊന്ന് വായിച്ചേ. ആരെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്? ദൈവം. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ഏതാണ്? വചനമാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന വചനം തന്നെയാണ്. എന്നാണ് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഇനി ഉണ്ടാവില്ല. തന്നെ കൊണ്ട് തന്നെ ദൈവം സത്യം ചെയ്യാണ്. എന്തിനാണ് തന്നെ കൊണ്ട് സത്യം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ലാത്തത്? നമ്മളെക്കാൾ വലിയത് ഇല്ലായികയാ ഉണ്ടെങ്കിൽ നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. ദൈവത്തെക്കാൾ വലുതില്ല. ദൈവത്തിന് മാത്രമേ ആണയുള്ളൂ. നമുക്ക് ആണ ഇടാൻ പാടില്ല. കണ്ടോ, എന്നാണെന്ന് പറയുമ്പോൾ ഞാൻ വലുതായിരിക്കണം. നമുക്ക് അതിനെ പറയാൻ ഒക്കത്തില്ല. കണ്ടോ, എന്നാണ് ദൈവം പറയാണ്, എന്നെ കൊണ്ട് തന്നെ കൊണ്ട് സത്യം ചെയ്യാം. തന്നെക്കാൾ വലിയ ഒരുത്തൻ ഇല്ല. തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുകയാണ്. ഇസ്രായേൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഇനി ഉണ്ടാവില്ല. അടുത്ത വാക്യം, അരുളപ്പാട്. ആരാണ് എനിക്കുള്ളത്? നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചോണം. ദേഹികൾ ആർക്കുള്ളതാണ്? സകല ദേഹികളും ദൈവത്തിനുള്ളതാണ്. അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്ക് വിലയേറിയതാണ്. എന്നിട്ട് അടുത്ത വാക്യം, ആരാണ് മരിക്കുന്നത്? ആരാണോ പാപം ചെയ്തത് ആ ദേഹിയാണ് മരിക്കുന്നത്. ഇനി അടുത്ത വാചകം, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണമേ. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചപ്പോൾ, അവൻ ജനിച്ചതിന് ശേഷം അവൻ കേൾക്കുന്ന തിരുവെഴുത്തുകളുടെ ആധാരമാക്കി അവൻ നീതിമാനായിരുന്നു. ആ നീതിമാൻ 2 നീതീകരണമുണ്ട്. നമുക്ക് വായിക്കാം. ന്യായപ്രമാണത്താലുള്ള നീതി, അത് പാസ്റ്റർ കുറച്ചങ്ങ് തൊട്ടിരുന്നു. പിന്നെ ക്രിസ്തുവിനാൽ നമുക്ക് ലഭിക്കുന്ന നീതി. റോമാലേഖനം മുഴുവൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിനാൽ നമുക്ക് കൈവന്ന നീതിയെ കുറിച്ചാണ് റോമാലേഖകൻ സംസാരിക്കുന്നത്. എന്നിട്ട് നീതിമാനായിരുന്നു, നീതിയും ന്യായവും അവൻ പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ പൂജാഗിരി വെച്ച് ഭക്ഷണം കഴിക്കുന്നില്ല. പൂജാഗിരി വെച്ച് ഭക്ഷണം കഴിക്കുന്ന വിഗ്രഹാർപ്പിതം അവൻ തിന്നുന്നില്ല. അവർ സംരക്ഷിക്കുകയാണ്, അവർ സൂക്ഷിക്കുകയാണ്. കാരണം അവർ നിയമം അറിഞ്ഞു. വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുകയോ പിന്നെ
നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ചെയ്യത്തില്ല. കണ്ടോ, കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കുന്നില്ല. കൂട്ടുകാരന്റെ ഭാര്യയുമായി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആവർത്തനം 27-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ആർക്കെല്ലാമാണ് ആ ശാപത്തിന്റെ അനന്തരഫലം ഉണ്ടാകുന്നത്? കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിച്ച് നോക്കാൻ പാടില്ല, അവൻ ശപിക്കപ്പെട്ടവനാ. എന്നിട്ട് അടുത്ത വാക്യം, മൃദുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവനെ നോക്കിയേ, നമ്മൾ ഒരാളോട് നിന്ന് കടം വാങ്ങിച്ചിരുന്നാൽ ആ പണം തിരികെ കൊടുക്കണം. അപ്പൊ നീതിമാൻ ചെയ്യുന്നത് എന്താണ്? അവന്റെ ആവശ്യങ്ങളുടെ നടുവിൽ അവൻ ഒരു പക്ഷെ ആരുടെയെങ്കിലും പക്കൽ നിന്ന് കടം വാങ്ങിച്ചാൽ കൃത്യമായിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കും. പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവല്ല. അപ്പൊ കടം വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. അടുത്തത്, ആരോടും പിടിച്ചു പറിക്കരുത്. പിടിച്ചു പറിക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു, ആവർത്തിക്കുന്നത്, പിടിച്ചു പറിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിക്ക് ഒരു കൂലിയുണ്ട്. ആ കൂലിയിൽ അധികമായിട്ട് അവരൊന്ന് പിടിച്ചു പറിക്കരുത്. സമൂഹത്തിൽ നിലവരുന്ന ഒരു വില നിലവാരമുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്താൽ പിടിച്ചു പറിക്കുക. അവനറിയാം, പക്ഷെ നമ്മളെ കൊണ്ട് ആ പണി ചെയ്യിക്കണം. നമ്മുടെ പണി വൃത്തിയുള്ളതാണ്, അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാകണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവന്റെ കയ്യിൽ നിന്ന് സാധാരണ ഉള്ള പൈസയെക്കാളും കൂടുതൽ വാങ്ങും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കെട്ടിട നിർമ്മാണ പണി ചെയ്യുന്ന, തൊഴിലെടുത്ത് ചെയ്യുന്നവരുണ്ട്, പല നിലകളിൽ എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാണ് ഇപ്പോ പൊതുവിൽ ഈ കാര്യം ചെയ്താൽ ഉള്ളത് എന്ന് നമുക്കറിയാം, ഉള്ളിലറിയാം. ഞാൻ 2200 രൂപ വാങ്ങുകയാണ്. അതിനേക്കാളും ക്വാളിറ്റി കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ അവനെ കബളിപ്പിക്കുകയാണ്. ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടും. അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല അവൻ ദൈവവചനം കേട്ടു വന്നപ്പോൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം പിടിച്ചു പറിക്കുന്നില്ല. ഇതിനെ പിടിച്ചു പറിക്കുന്ന തുല്യമാണ്. അവന്റെ അനുമതി ഇല്ലാതെ അധികമായി വാങ്ങുന്നത് പിടിച്ചു പറിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, മറ്റുള്ളവരെ വിളിച്ചു പണി ചെയ്യുന്നതിനേക്കാളും നമ്മളെ വിളിച്ചു പണി ചെയ്താൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും 100 രൂപ കുറവുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്കേ ജോലി തരും. ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഒരു വർഷം ഇരുന്ന് ഒരു തൊഴിൽ ചെയ്ത് അധിക ലാഭം വാങ്ങുന്നതിനേക്കാൾ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് മുഴുവൻ മാസവും ജോലി ചെയ്ത് അധികം നന്മ എടുക്കാം. ഇതല്ലേ ഹോൾസെയിൽ? ചെയ്യുന്നത്? നിങ്ങളുടെ അടുത്ത് പണി വരും. നിങ്ങളുടെ ഇടപെടൽ 2 കാര്യങ്ങൾ കൃത്യമായിരിക്കണം. നമ്മുടെ സമീപനം അവരോട് വളരെ നന്നായി സമീപിക്കുക, അവരോട് സ്നേഹത്തോടെ ഇടപെടുക. ഏറ്റവും കൂടുതൽ മനുഷ്യൻ പണത്തെ നോക്കുന്നതിനേക്കാൾ ഇടപെടൽ നോക്കും. കണ്ടോ, നമ്മുടെ ഇടപെടൽ ശരിയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു പണി തരും. കൃത്യമായിട്ട് തരും, തിരിഞ്ഞു നോക്കത്തില്ല. 1-2 ദിവസം നിങ്ങളുടെ സൈറ്റിൽ വന്ന് പണി നോക്കും. നിങ്ങൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ പണി വിശ്വസ്തമായിട്ട് സത്യസന്ധതയോടെ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ പണി കിട്ടത്തുള്ളൂ. ഇനി അടുത്ത വചനത്തിലോട്ട് നമുക്ക് പോകാം. വായിച്ചേ, തന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന നന്മ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കാതെ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള മനുഷ്യന് കൊടുക്കാനും കൂടെ അവൻ തയ്യാറുള്ളവനായിരിക്കണം. വിശപ്പുള്ളവന് അതിന്റെ അപ്പം കൊടുക്കണം. അടുത്ത വചനം, നഗ്നനെ കണ്ടാൽ, ഒരുത്തന് വസ്ത്രമില്ലാത്ത നിലവാരങ്ങളിൽ കണ്ടാൽ അവനെ ഉടുപ്പിക്കാൻ തയ്യാറാകണം. അടുത്ത വചനം, പലിശയ്ക്ക് പൈസ കൊടുക്കരുത്. പലിശയ്ക്ക് പൈസ കൊടുത്ത് അധിക ലാഭം ഉണ്ടാക്കുക. പലിശയ്ക്ക് പൈസ കൊടുക്കാമോ? കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ബാങ്കിൽ ഇട്ടാൽ നമുക്ക് എത്ര ശതമാനം പലിശ കിട്ടും? എത്ര ശതമാനം? മിണ്ടുന്നില്ല. 1%, 8%, 7% വാർഷിക കണക്കാണ്. മാസം 600 രൂപ, കൂടിപ്പോയ 700 രൂപ. 700 പ്രതിമാസം എന്തെങ്കിലും കിട്ടത്തില്ല. അത് മാസം ഒരു 600 രൂപ, 1,00,000 രൂപ ഇട്ടാൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. കണ്ടോ? പക്ഷേ നമ്മളൊരു മനുഷ്യനെ പലിശ കൊടുക്കുന്ന എത്രയ്ക്കാ? 3%. 1,00,000 രൂപ എടുത്താൽ 3,000 രൂപ. നിവൃത്തിയില്ലാത്ത മനുഷ്യനത് വാങ്ങുന്നത്. അവൻ കരഞ്ഞോണ്ടാണ് കരുതുന്നത്. പണം പലിശയ്ക്ക് കൊടുത്തു ബിസിനസ് ചെയ്യാം. നമുക്ക് കൊടുക്കാം പലിശയ്ക്ക്, ബാങ്ക് പലിശയ്ക്ക് കൊടുക്കാം. അതാണ് ഹെൽപ്പ്.
നമ്മൾ വിശ്വസിക്കുന്നു ഈ പൈസ അവനെ കൊന്നു മേടിക്കുന്നു, നിവർത്തിയില്ല, നമുക്ക് തരും. കേട്ടോ, ഇത് തലമുറകളുടെ മേൽ ശാപമായി തീരും. രണ്ട് കാര്യം ചെയ്യരുത്: പലിശക്ക് വാങ്ങുകയും ചെയ്യരുത്, പലിശക്ക് കൊടുക്കരുത്. നീ എങ്ങനെയാ കൊടുക്കുന്നത്? വാങ്ങുന്നവൻ എങ്ങനെയാ അത് ശാപമാ വാങ്ങുന്നത്? കൊടുക്കുന്നവൻ പ്രാഗിക്കൊണ്ടാ തരുന്നത്, വേദനയോടാ തരുന്നത്, നിവർത്തിയില്ലാതെ വാങ്ങുന്നതാണോ? നിന്റെ പൈസ പലിശക്ക് കൊടുക്കാതെ, പിന്നെ അതിന്റെ ലാഭം വാങ്ങുകയോ ചെയ്യാതെ, നീതികേട് ചെയ്യാതെ വണ്ണം നിന്റെ കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നീ നേരോടെ വിധിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, ആരുടെയും പക്ഷം നിൽക്കരുത്. വീട്ടിൽ അപ്പനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പന്റെ കൂടെ കയറി നിൽക്കരുത്. അമ്മയാണ് തെറ്റ് ചെയ്തു, ഇല്ല, നീതിയുടെ പക്ഷത്ത് നിൽക്കണം. സഭയിൽ പാസ്റ്ററാണ് തെറ്റ് ചെയ്തത്, പാസ്റ്ററുടെ പക്ഷത്ത് നിൽക്കരുത്. പക്ഷെ ആ കാര്യം എന്തായിരുന്നാലും പാസ്റ്റർ പറഞ്ഞു ഓക്കെയാണ്, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, അംഗീകരിക്കുന്നില്ല, പക്ഷെ അത് തെറ്റല്ലേ പാസ്റ്റർ? ഞാൻ നിങ്ങളോടും ആ കാര്യം ചോദിക്കണം. സഹോദരി, തെറ്റല്ലേ? ഒരാൾ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ദേഷ്യമല്ല വരേണ്ടത്, കുറ്റബോധമാണ് വരേണ്ടത്. സ്തോത്രം. ദേഷ്യം വരുന്നെങ്കിൽ നമ്മൾ ജഡികന്മാരാണ്. കുറ്റബോധം വരുന്നെങ്കിൽ നമുക്ക് തിരിഞ്ഞു വരാൻ താല്പര്യമുണ്ട്. കുറ്റമല്ല പറഞ്ഞത്, സോറി, എന്റെ തെറ്റാണ് പറഞ്ഞത്. അപ്പൊ ആ തെറ്റ് ഞാൻ തിരുത്തണം. അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഒരിക്കലും ഞാൻ പറഞ്ഞാൽ അത് ഒരു പക്ഷവും നിൽക്കരുത്, ഒരു പക്ഷവും നിൽക്കരുത്. ഞാൻ അത് പറഞ്ഞ് അവിടെ വിടുകയാണ്. വായിച്ചേ, ബാക്കി വായിച്ചേ. എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. അടുത്ത വാക്യം, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത വാക്യം, എന്നാൽ പക്ഷെ ഈ നീതിമാനായ മനുഷ്യനൊരു മകൻ ജനിച്ചു. അവൻ നിഷ്കളങ്കനായിരിക്കാതെ രക്തം ചൊരിയുക, അവനെ അത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക, ചെയ്യേണ്ടതൊന്നും അവൻ ചെയ്യാതിരിക്കുക, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക. ഇവൻ പല വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇവൻ കണ്ട സമൂഹത്തിലുള്ള ആളുകളെ കണ്ട് അവരോട് കൂടെ കൂട്ടുന്നു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ, കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയാൽ അത് അനുവദിക്കരുതേ. സ്തോത്രം. കാരണം ആ പാപം അവരെ പിടിക്കും, അവരെ ഭയങ്കരമായിട്ട് പിടിക്കും. കാരണം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും പോകാൻ പാടില്ല. അവിടെയാണ് വേർപാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേർപാട് പറഞ്ഞാൽ ആഭരണം മാറ്റുന്നതല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വേർപാട് ആഭരണം മാറ്റുന്നതല്ല, വേർപാട് വീശെടുക്കുന്നതല്ല, വേർപാട് വെള്ളവസ്ത്രം ധരിക്കുന്നതല്ല. ഇവകളിൽ നിന്ന് വേർപെട്ടിരിക്കുക. ഇനി അടുത്ത വാക്യം വായിച്ചേ. കൂട്ടുകാരന്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ അവളെ നോക്കുക, പതുക്കെ അവളുടെ വീട്ടിൽ ചെല്ലുക, അവളെ വഷളാക്കുക. എന്നിട്ട് എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക. അവനിൽ നിന്ന് അതാണ് അധികമായത്, അവനിൽ നിന്ന് പിടിച്ചു പറിക്കുക. നമുക്കൊരു കൂലിയുണ്ട്, നമുക്കൊരു വേലയുണ്ട്. ആ വേലയിൽ വിശ്വസ്തമായി ജോലി ചെയ്യണം. നമ്മളെ ഒരാൾ ഒരു ജോലി ഏൽപ്പിച്ചാൽ 1000 രൂപ വാങ്ങിച്ചാൽ 1000 രൂപയ്ക്കുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യണം. 1000 രൂപയ്ക്കുള്ള ജോലി ചെയ്യാൻ എനിക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ പോകരുത്, ആ ജോലിക്ക് പോകരുത്. എനിക്ക് ചില സഹോദരന്മാർക്ക് വളരെ അഭിമാനം തോന്നി. സത്യം പറഞ്ഞ ചില സഹോദരന്മാർ ജോലി ചെയ്യുന്നവരുടെ അഭിമാനം തോന്നി. ആത്മാർത്ഥമായിട്ട് നിന്ന് സത്യസന്ധതയോടെ നിന്ന് ജോലി ചെയ്യുന്ന കാണുമ്പോൾ അഭിമാനം തോന്നി. സ്തോത്രം. നമ്മൾ ഉഴപ്പി 5 മണി വരെ സമയം തികയ്ക്കാനാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ആ കുടുംബങ്ങളാണ് ബാധിക്കപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു പറമ്പിൽ ഒരാളെ ജോലിക്ക് വിളിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഒരാളെ ജോലിക്ക് വിളിച്ചു. നിങ്ങൾ കൊടുക്കുന്ന 1000 രൂപയ്ക്ക് തത്തുല്യമായ നിലകളിൽ ആ മനുഷ്യൻ പണിയെടുക്കാതെ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പൈസ കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. വയറെരിഞ്ഞു. സ്തോത്രം. പക്ഷെ അപ്പനാരായിരുന്നു? നീതിമാനായിരുന്നു. ജനിച്ച മോൻ എങ്ങനെയായി? ഇങ്ങനെയായി. കണ്ടോ? അവൻ പിടിച്ചു പറിക്കുകയാണ് മറ്റുള്ളവരുടെ. എന്നിട്ട് അടുത്ത വാക്യം, പണയം
അവൻ പൈസ വാങ്ങുന്നു, പണയത്തിന് വാങ്ങുന്നു, തിരിച്ചു കൊടുക്കൂല. അടുത്തത് വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കും. വിഗ്രഹങ്ങളെ അവൻ നമസ്കരിക്കാൻ പോകുന്നു. പിന്നെ മ്ലേച്ഛത പ്രവർത്തിക്കുക. മേച്ചത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക. പലിശയ്ക്ക് അവൻ പൈസ കൊടുക്കുന്നു. കണ്ടോ? ലാഭം വാങ്ങുക. ലാഭം വാങ്ങുക. എന്നീ വക ചെയ്യുന്നവനായ ആ. അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കുവോ? അവൻ ജീവിച്ചിരിക്കയില്ല. അവൻ ജീവിച്ചിരിക്കൂല. അവൻ ഈ മ്ലേച്ഛത നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ എന്തു ചെയ്യുന്നോ അത് കണ്ടാണ് എന്റെ മക്കൾ പഠിക്കുന്നത്. ഞാൻ ഇത് ചെയ്യുന്നവനാണെങ്കിൽ എന്റെ മകൻ, എന്റെ മകൾ അത് ചെയ്യും, അതിന് സംശയമില്ല. കണ്ടോ? അങ്ങനെ ചെയ്താൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കും. കണ്ടോ? അവന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും, അവന്റെ ജീവിതം ക്ഷയിക്കാൻ തുടങ്ങും, അവൻ ഓരോ നാളും ക്ഷയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വാങ്ങുന്ന പൈസകൾ നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊടുക്കേണ്ടി വരും. നമുക്കത് ഗുണം ചെയ്യുകയില്ല. ഈ പൈസ ഇങ്ങനെ കിടക്കും, ഒന്നും ചെയ്യില്ല. പോകുമ്പോൾ ഇതിനെ നോക്കി കരയാനേ പറ്റത്തുള്ളൂ. ഡോക്ടർ കുറിപ്പ് തരും, വീട്ടിൽ ഇറച്ചി ഉണ്ടെങ്കിൽ കാണാം തിന്നരുത്, പഞ്ചസാര കാണാം ഇടരുത്. നീ വെച്ച പൈസ, നമ്മൾ ഉണ്ടാക്കി വെച്ച ധനം ഗുണമില്ലാതെ പോകും. ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് അതിൽ നിന്ന് 5 പൈസ എടുത്തു കൊടുക്കാനുള്ള മനസ്സില്ല. കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്ത് ചേർത്ത് വെക്കരുത്, അങ്ങനെ ശാപമായി തീരും. സ്തോത്രം. എന്നിട്ട് വായിച്ചേ, അങ്ങനെ ചെയ്താൽ അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ. ആ. അവൻ മരിക്കും. അവൻ മരിക്കും. ഈ വിളച്ചത് ചെയ്താൽ ചെയ്തവൻ മരിക്കും. അവന്റെ രക്തം അവന്റെ മേൽ വരും. അവന്റെ രക്തം അവന്റെ മേൽ വരും. ഞാൻ ഇതിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അവ ശാപം ഉണ്ടോ? ഉണ്ടെന്ന് പഠിച്ച് നമ്മളിവിടെ നിർത്തുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കും, അതെന്താണെന്ന് പഠിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്ന ഭാഗമാണ്, ഇങ്ങനെ ഇസ്രായേൽ പഴഞ്ചൊല്ലുണ്ട്, ഒരു മനുഷ്യൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ അവന്റെ മക്കളുടെ പല്ലെത്തിയില്ല, പുളിക്കുകയില്ല. അതെന്താണെന്ന് നമ്മൾ പഠിക്കും. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ മൂന്നാമത്തെ തലമുറ വരെ വരണ്ടേ, അത് വരാത്തതിന് കാരണം എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കേണ്ടതുണ്ട്. അത് എന്താണ് എന്നുള്ള വസ്തുതകളെ കുറിച്ച് നമ്മൾ കുറച്ച് ആഴമായി, ഡീപ്പായിട്ട് അതിനെ കുറിച്ച് ഒന്ന് പഠിക്കും. ഈ ഭാഗങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും.